പ്രിയമുള്ളവരെ, മംഗളവാർത്തക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മംഗളവാർത്തക്കാലത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന ദിനമാണ് ഈ ഞായറാഴ്ച. മംഗളവാർത്ത തിരുനാൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു ദിനമാണിത്. 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, മലാഖയുടെ ദർശനത്തിന് ശേഷം ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതെങ്കിൽ, അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ എല്ലാവരും പൂർണ്ണത പരിശുദ്ധ കന്യകാമറിയത്തോട് ദൈവം നൽകുന്ന ആ അറിയിപ്പ്, അതാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. യഥാർത്ഥ മംഗളവാർത്ത ശ്രവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്ന ഈ നിമിഷം ഒരു പുതിയ മെസ്യാനിക യുഗം പ്രോദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ഒരു ഇനീഷ്യേറ്റീവ്, വലിയ ഒരു സംരംഭമാണ്. ദൈവമാണ് ആദ്യത്തെ ആ ഒരു കാൽവെപ്പ് നടത്തുന്നത് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി. ആ കാര്യമെല്ലാം വ്യക്തമാക്കുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങളിലൂടെ പരിശുദ്ധ മാതാവിന് ലഭിക്കുന്ന മംഗളവാർത്തയിലൂടെ നമ്മൾ ശ്രവിക്കുന്നത്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രസ് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വശത്തിൽപ്പെട്ട യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് രക്ഷ. മനുഷ്യൻ അതിനോട് സഹകരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയോട് സഹകരിക്കുന്ന ഏറ്റവും അധികം അടുത്ത് ചേർന്ന് ദൈവ പദ്ധതിയോട് ചേർന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. 6-ാം മാസം എന്ന കണക്ക് നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സ്ത്രീകളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട്. കാലഗണനയ്ക്ക് പോലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് എലീശവ ഗർഭവതിയായതിൻ്റെ 6-ാം മാസമാണ് ഈ 6-ാം മാസം. ദൂതൻ ഗലീലിയയിലെ നസ്രസിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1:46 നസ്രസ് വാസ്തവത്തിൽ ഒരു വിജാതീയ ക്രൈസ്തവ കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക ആ പേര് എടുത്തു പറയുന്നത്. നസ്രസിലെ ഈശോ എന്നാണല്ലോ ഈശോയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. നസ്രസ് എന്ന വാക്കിന് തന്നെ വളരെ വലിയ അർത്ഥമുണ്ട്. ദാവീദിൻ്റെ പട്ടണമാണ്. ദാവീദിൻ്റെ മുള എന്ന വാക്കിൻ്റെ നസ്രസ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ദൈവത്തിന് വേണ്ടി സമർപ്പിതമായ നസ്രായ സമൂഹം ജീവിച്ചിരുന്ന ആ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു പരിശുദ്ധ കന്യാമറിയവും സ്നാപക യോഹന്നാനും ഒക്കെ എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പരിശുദ്ധ കന്യാമറിയം വേറൊരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു ലെവലിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അത് എല്ലാം വ്യക്തമാകാണ്. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഈ കനിയുടെ അടുക്കിലേക്ക് അയക്കപ്പെടുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഇതേ ദൂതൻ തന്നെ സഖറിയ പുരോഹിതൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുമ്പോൾ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ മറിയത്തോടുള്ള ആ സംസാരം. ഈശോ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും ദാവീദിൻ്റെ വംശത്തിൽ നിന്നും വരുന്നവനായിരിക്കണം. ആണ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്ത. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞാൽ ആഘോഷമായി വധുവിനെ വരൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് ഈ കന്യകയുടെ അടുക്കിലേക്ക് പരിശുദ്ധ കന്യകാമറിയം ബസൂൽസ പർത്തനോസ് കന്യകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുകയാണ്. മാതാവിൻ്റെ പേര് മറിയം, കടലിലെ ഒരു തുള്ളി എന്നാണ് വിശുദ്ധ ജെറോം അത് വ്യാഖ്യാനിക്കുന്നത്. മറിയാം അതാണ് പിന്നീട് സ്റ്റെല്ല മാരിസ്, കടലിൻ്റെ ദിശ കപ്പലോട്ടക്കാർക്ക് ദിശ നിശ്ചയിക്കുന്ന നക്ഷത്രമായിട്ട് മറിയത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് നിന്ന് പറയുകയാണ്. വളരെ പ്രത്യേകമായ രീതിയിലുള്ള അഭിസംബോധനയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരിടത്തും കാണാത്ത, ഒരുപക്ഷെ ഒരേ ഒരു അഭിസംബോധന നമ്മൾ കാണുന്നത് ന്യായാധിപൻ്റെ പുസ്തകം 6:11-24 ഗിദെയോനോട് പറയുന്നത്. അവിടെ പേര് വിളിച്ചല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ വിളിച്ചാണ്. ശക്തനും ധീരനും ശക്തനുമായവനെ ദൈവം നിന്നോടുകൂടെ എന്നാണ് ഗിദെയോനോട് പറയുന്നത്. ഇതുപോലെ തന്നെ മറിയത്തിൻ്റെ പേര് വിളിക്കുന്നതിന് പകരം ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. കെക്കാരിസ്തോ ബെനെ എന്നാണ് ആ വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക്. ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ നിത്യമായി നിറഞ്ഞു നിൽക്കുന്നവളെ എന്നാണ്. ഗ്രാസ്യ പ്ലേന എന്നാണ് വിശുദ്ധ ജെറോം വിവർത്തനം ചെയ്തത്. അങ്ങനെയാണ് കൃപ നിറഞ്ഞ മറിയമേ,
ഫുൾ ഓഫ് ഗ്രേസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് മലയാളത്തിൽ ചൊല്ലുമ്പോൾ ആ അർത്ഥം പൂർണ്ണമായിട്ട് വരുന്നില്ല. എല്ലാ ഭാഷയിലും കൃപ നിറഞ്ഞവളെ എന്നാണ്. മലീസ് തൈബൂസ എന്നാണ് സുറിയാനിയിൽ, കൃപ നിറഞ്ഞവൾ. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, സ്ലാം ലേഖ് എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. അതായത് മറിയമേ നിനക്ക് സമാധാനം. ഇവിടെ സ്വസ്തി എന്ന വാക്ക് വാസ്തവ ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം ഖൈറെ എന്ന് പറഞ്ഞാൽ മറിയമേ നീ ആനന്ദിക്കുക എന്നാണ്. പഴയ നിയമത്തിൽ സെഫാനയുടെ പുസ്തകം 3:14 മുതലുള്ള വാക്യത്തിൽ ജെറുസലേമേ നീ ആനന്ദിക്കുക. സഹറിയ 9:9 നീ ജെറുസലേം പുത്രി ആനന്ദിക്കുക. അപ്പോൾ മറിയത്തോടുകൂടി സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് വലിയ ഒരു സദ്വാർത്ത, ആനന്ദത്തിൻ്റെ, ദൈവിക ആനന്ദത്തിൻ്റെ ഒരു യുഗം പിറന്നിരിക്കുന്നു, ഒരു മെസ്സിയാനിക യുഗം പിറന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് വിശുദ്ധ ലൂക്ക. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മറിയം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തെ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ ദൈവികമായ ഒരു ആനന്ദത്തിൻ്റെ ഒരു തലം, ആ തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ മറിയത്തിൻ്റെ ആത്മാവിനെ നോക്കിയാണ്, മറിയത്തിൻ്റെ അവസ്ഥ എന്താണ്. പലപ്പോഴും ഈശോ പ്രീശന്മാരെയും നിയമജ്ഞന്മാരെയും നോക്കി വിളിക്കുന്നത് എങ്ങനെയാണ്? ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണ്, വിശ്വാസവഞ്ചകരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ്. അപ്പം മറിയം അങ്ങനെയല്ല. അപ്പം നമ്മെ നോക്കി ദൈവം, നമ്മുടെ ഹൃദയത്തെ നോക്കിയാണ് ദൈവം വിളിക്കുന്നത്. കൃപ നിറഞ്ഞവളാണ്. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ, പലതരത്തിലുള്ള സ്വാർത്ഥതയാൽ, താല്പര്യങ്ങളിലാൽ നിറഞ്ഞ ഹൃദയവുമായി ജീവിക്കുന്ന ലോകത്തിൽ പരിശുദ്ധ കന്യകാമറിയം വലിയൊരു മാതൃക, ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന മാതാവ്. ആ മാതാവിനോട് പറയാം, നീ കർത്താവ് നിന്നോട് കൂടെ. അതിനർത്ഥം ദൈവം കർത്താവ് മറിയത്തോട് കൂടി എപ്പോഴും ഉണ്ട്, മറിയത്തിൻ്റെ ജീവിതം മുഴുവനും ഉണ്ട് എന്നുള്ള ഒരു അഭിവാദനമാണ് അവിടെ. ഈ വചനം കേട്ടാണ് മാതാവ് അസ്വസ്ഥയായത്. എങ്ങനെയാണ് ഇതെങ്ങനെ സംഭവിക്കും? ഇപ്പം മറിയത്തെ അഭിസംബോധന ചെയ്ത ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ബഹുമാനപൂർവ്വം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം മാതാവിൻ്റെ ഈ മഹാത്മ്യമാണ്. പരിശുദ്ധ കന്യകാമറിയം ഇല്ലെങ്കിൽ മാതാവിന് പ്രാധാന്യം കുറയ്ക്കുന്ന സമൂഹങ്ങളുണ്ട്, ക്രിസ്തീയ സമൂഹങ്ങൾ തന്നെയുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ 1-ാം അധ്യായം ഇല്ല, അതില്ലെങ്കിൽ ബാക്കി ഒരു അധ്യായവുമില്ല. അപ്പം മാതാവിനെ മാറ്റി നിർത്തി ഒരു വിശുദ്ധ ഗ്രന്ഥ പഠനമില്ല, ഒരു ക്രിസ്തീയ വിശ്വാസവുമില്ല. പരിശുദ്ധ കന്യകാമറിയത്തിന് അദ്വിതീയമായ സ്ഥാനം പ്രത്യേകമായിട്ട് ഉണ്ട്. കൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോട് കൂടെ. അതുകൊണ്ട് പിശീത്ത ബൈബിളിൽ, സുറിയാനി ബൈബിളിൽ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. അതായത് ലൂക്ക 1:28 കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയാണെന്ന് ദൈവദൂതൻ തന്നെ പറയുന്ന ആ മഹനീയ വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ. അങ്ങനെയുള്ള ആ മറിയം ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് 2-ാം ഘട്ടം, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അവിടെയാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. യേശുസ് എന്ന് പറയുന്നത് ഗ്രീക്കാണ്, ഈശോ എന്നാണ് സുറിയാനിയിൽ. അപ്പോൾ അവിടെ കർത്താവ് രക്ഷിക്കുന്നു. പിന്നീട് പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 2 സാമുവേൽ 7:15, അതുപോലെ തന്നെ ഏശയ്യ 9:6-7, ദാനിയേലിൻ്റെ പുസ്തകം 7:16 എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവിനവന് കൊടുക്കും. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിത്യമായിരിക്കുന്ന ഒരാൾ വരാനിരിക്കുന്നു എന്ന് ഇന്നത്തെ ജെറമ്യ ലേഖനം 2-ാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ജെറമ്യ 33:17 വാക്യത്തിൽ ഇസ്രായേലിൻ്റെ സിംഹാസനം ഇരിക്കുവാൻ ദാവീദിൻ്റെ ഒരു സന്തതി ഉണ്ടായിരിക്കും. രാത്രിയും പകലുമായുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ അതില്ലാതാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാവും പകലും ഉള്ളിടത്തോളം കാലം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു സന്തതി ഉണ്ടാകും എന്നുള്ള വലിയ പ്രതിജ്ഞ
26-ാം വാക്യത്തിൽ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെയും ദാസനായ ദാവീദിൻ്റെ സന്തതിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള വലിയ വാർത്ത നൽകുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ളവനാണ് യഥാർത്ഥത്തിൽ ഈശോ മിശിഹ എന്ന് അറിയിക്കുകയാണ്. ഈ ദാവീദിൻ്റെ പുത്രനായ ദാവീദിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ആ കർത്താവിനെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ, വെളിപാട് പുസ്തകത്തിൽ സിംഹാസനത്തിൻ്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ട സപ്തമുദ്രകൾ പതിപ്പിച്ച പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ഈ ചുരുൾ നിവർത്തുവാനും ഇതിലെ മുദ്രകൾ പൊട്ടിക്കുവാനും അർഹതയുള്ളവൻ ആരാണ്? ഇന്നത്തെ ഈശോ ഇന്ന് ആരാണ്? ഇന്ന് സ്വർഗത്തിൽ നിത്യമായി അവൻ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ദാനിയേൽ 7:14. അവൻ ഇപ്പോഴും ദാവീദിൻ്റെ സിംഹാസനം സ്വർഗത്തിൽ അവിടുന്ന് സിംഹാസനമായിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഈശോയെക്കുറിച്ച് നമ്മൾ പ്രവചനം വായിക്കുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുകയും ഇപ്പോൾ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. തുടർന്ന് 5-ാം വാക്യത്തിൽ പറയും, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായി ഇവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ എല്ലാ രഹസ്യങ്ങളുടെയും ചുരുൾ നിവർത്തുവാനും ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ നിറച്ചു തരുവാനുമെല്ലാം കഴിയുന്നവൻ കർത്താവായ ഈശോ മിശിഹായാണെന്നുള്ളതാണ്. അങ്ങനെ മറിയത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. മറിയത്തിന് നൽകുന്ന വാഗ്ദാനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ, ഇന്നത്തെ 3-ാം അധ്യായത്തിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം വായനയിൽ അവിടെ ശിക്ഷയും വാഗ്ദാനവും, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷ, അതാണ് പ്രത്യേകിച്ച് സ്ത്രീക്ക് കൊടുക്കുന്ന ആ ശിക്ഷ. നീയും സ്ത്രീയും, ആ ശിക്ഷയ്ക്ക് ശേഷം പറയുകയാണ് 15-ാം വാക്യം, ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. അപ്പോൾ ഈ ശിക്ഷയ്ക്കിടയിലും ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പ്രവചനമാണ്. 20-ാം വാക്യം, ആദം ഭാര്യയെ ഹാവ എന്ന് വിളിച്ചു, അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ഈ ഹാവായുടെ പതനം, ഹാവായുടെ വീഴ്ചയ്ക്ക് പകരം പുതിയൊരു ഹാവായെ ദൈവം തിരഞ്ഞെടുത്തുവെന്നാണ് ഇറേനിയോസ് എന്ന സഭാപിതാവ് പറയുന്നത്. മാർ അഫ്രൈം സഭാപിതാവ്, സുറിയാനി സഭ പറയുന്നത്, പരിശുദ്ധ കന്യകാമറിയം ദൈവവചനം ശ്രവിച്ചു, മറിയം ഗർഭധാരണം സ്വീകരിക്കുന്നത് തൻ്റെ കാതുകളിലൂടെ എന്ന് പറഞ്ഞാൽ ദൈവവചനം ശ്രവിച്ച് അത് ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി അങ്ങനെ ഒരു പുതിയ ഹവ്വായി, യഥാർത്ഥ ജീവൻ്റെ മാതാവായി. ഹാവ മരണത്തിൻ്റെ മാതാവായെങ്കിൽ ജീവൻ്റെ മാതാവായി പരിശുദ്ധ കന്യാമറിയം തിരഞ്ഞെടുത്തുവെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, അതിനോട് ചേർന്നാണ് 35-ാം വാക്യത്തിൽ മറിയം പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കാരണം വിവാഹ നിശ്ചയം ചെയ്ത യഹൂദ സമൂഹത്തിൽപ്പെട്ട പരിശുദ്ധ കന്യാമറിയം വിവാഹത്തെ വലിയൊരു ദാനമായി, അനുഗ്രഹമായി കരുതിയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹിതയാകുവാൻ ആഗ്രഹിച്ചിരുന്ന, അതിനുവേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒന്നിച്ച് സഹവസിച്ചിട്ടില്ല. അതിനു മുമ്പുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ വെളിപാട് ഉണ്ടാകുന്നത്. ഇന്നത്തെ അറിയിപ്പിൻ്റെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു പൂർണ്ണത വാസ്തവത്തിൽ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ആകയാൽ നിന്നിൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം പരിശുദ്ധ മാതാവിൽ ഈശോ ഉരുവാകുന്നത് എങ്ങനെയാണ്? ആദിയിൽ വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിന്യസിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1-2, ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയാം. മറിയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. ദൈവമഹത്വം ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ആ മേഘം ഇറങ്ങി വന്ന സമാഗമ കൂടാരം പോലെ മറിയത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. നമ്മുടെ കുർബാനയിലെ ഈ റൂഹാക്ഷണ പ്രാർത്ഥന, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, ഈ കുർബാനയിൽ ആവസിച്ച്, ആ വാക്ക് തന്നെ എവിടെയും പറയുന്നത്, ഇത് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ, വിശുദ്ധമാകുകയും ചെയ്യട്ടെ. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അപ്പം മറിയത്തിൽ ലഭിച്ച ആ സന്ദേശത്തിൻ്റെ ഒരു പൂർത്തീകരണം പ്രായോഗികമായി എന്നും കൗതാശികമായി നടക്കുകയാണ്. എങ്ങനെയാണ് ഈശോയുടെ ശരീരരക്തങ്ങളായി ഈ സമർപ്പിക്കപ്പെട്ട
കാഴ്ചവസ്തുക്കൾ അപ്പവും വീഞ്ഞും മാറുന്നത് കന്യകാമറിയത്തിന്മേൽ ഇറങ്ങി വന്ന് അവളിൽ നിന്നും ഈശോ ജനിക്കുന്നത് പോലെ സമർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ വസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി പവിത്രീകരിക്കുന്നു. അപ്പം ഇൻകാർണേഷൻ്റെ ഒരു ഡൈനമിക്സ് അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൽ നടന്ന ആ കാര്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് വലിയ സ്ഥാനം അതാണ് നൽകുന്നത്. യോഹന്നാൻ 1:14 വചനം മാംസമായി പരിശുദ്ധ കന്യകാമറിയത്തിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യാവതാര രഹസ്യം എന്താണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൂതൻ പറയുകയാണ്. 1:38 ലൂക്ക 1:38 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇപ്പം മറിയം ഒരവസ്ഥയിലാണ്, വേറൊരു ലെവലിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുവാൻ കഴിയുന്ന മറുപടിയാണ് മറിയം പറയുന്നത്. അതാണ് മറിയത്തിൻ്റെ ഉത്തരം. ആ മറിയത്തിൻ്റെ ഉത്തരം കേൾക്കുവാൻ വേണ്ടി സ്വർഗവും ഭൂമിയും കാതോർത്തിരുന്നു എന്നാണ് ഫുൾട്ടൺ ജേഷൻ പറയുന്നത്. ആ ഉത്തരത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ ഭാവി ആ ഒരു തുലാസിൽ നിൽക്കുകയാണ്. മറിയം എന്ത് ഉത്തരം പറയും? പക്ഷെ മറിയം പറഞ്ഞത് ശരി ഉത്തരം തന്നെയാണ്. ദൈവവചനത്തോട് യെസ് അതെ എന്ന് ഉത്തരം പറയുകയാണ്. അതാണ് പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അൻസില്ല എന്നാണ് ലത്തീനിൽ ദാസി, കർത്താവിൻ്റെ അടിമ എന്ന് തന്നെയാണ് വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിന്ന്, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിൻ്റെ വചനം എന്നിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ കന്യകാമറിയത്തിൽ പുഷ്കലമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. അങ്ങനെ മറിയത്തിൻ്റെ ആ ഉത്തരം, അതിലാണ് ഇൻകാർണേഷൻ, ഈശോയുടെ മനുഷ്യാവതാരം. മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ പിറവിയെടുക്കുന്നത്, ഉരുവാകുന്നത് അപ്പോഴാണ്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ ഉത്തരം അത് വലിയൊരു അത്ഭുതമാണ്. ക്രിസ്തീയ വിശ്വാസം ആദ്യന്തം അത്ഭുതമാണ്. ഈശോയുടെ ഉയിർപ്പ് വലിയ മഹാ അത്ഭുതമാണല്ലോ. അതുപോലെ ഈശോയുടെ ഈ മനുഷ്യാവതാരവും വലിയൊരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കന്യകാമറിയം ധ്യാനനിരതയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, ലൂക്കാ സുവിശേഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തോടുള്ള തുറന്ന മനോഭാവം ഉണ്ടായിരുന്ന മറിയത്തിൻ്റെ വലിയ മാതൃക നമ്മൾ സ്വീകരിക്കണം. ദൈവകൃപ നിറഞ്ഞ അവസ്ഥയായിരുന്നു മറിയത്തിൻ്റേത്. ദൈവകൃപയിൽ നിറയണമെങ്കിൽ ദൈവവചനത്തിൽ നിറയണം, ദൈവികമായ സംസർഗത്തിലായിരിക്കണം, ശുശ്രൂഷയിലും സ്നേഹത്തിലുമായിരിക്കണം. മറിയത്തിന് തുടർന്നുള്ള ജീവിതം അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ദൈവകൃപ നിറഞ്ഞ അവസ്ഥയിൽ നാം ജീവിക്കണം. അങ്ങനെ ഈ മംഗളവാർത്ത കാലം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ ഉള്ള വലിയ മാതൃക, വലിയ പ്രചോദനം ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് നൽകുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം മാംസമായി തീരുവാൻ, കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിച്ച് ആ വചനത്തിൻ്റെ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. മറിയം തുടർന്ന് ചെയ്യുന്നതാണ്. ഉടൻ തന്നെ ഇളയമയെ ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആ വചനത്തിൻ്റെ ജീവിതം, വചനം കേൾക്കുകയും വചനം ശ്രവിച്ച് അതിന് ഉത്തരം നൽകുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ മറിയത്തിൻ്റെ വലിയ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.